നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റേക്കി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും പലതരത്തിലുള്ള സ്പിരിച്വൽ വർക്കുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും പലതരത്തിലുള്ള ഇന്നർ വർക്ക്സ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ സോൾ പർപ്പസ് നമുക്ക് റേക്കിയിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അതുപോലെ ഏത് സോൾ പർപ്പസ് ആണ് ഞാൻ ചെയ്യേണ്ടത്? റേക്കി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റേക്കി ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ സോൾ പർപ്പസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം. ഈ സോൾ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപായിട്ട് എന്താണ് സോൾ പർപ്പസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സോൾ പർപ്പസ് പോലെ തന്നെ ലൈഫ് പർപ്പസും ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആദ്യം ലൈഫ് പർപ്പസ് എന്താണെന്ന് പറഞ്ഞു തരാം. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. വീട്, വാഹനങ്ങള്, വിവാഹം, കരിയറിലുള്ള സക്സസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫ് പർപ്പസ് ആയിട്ട് പറയാം. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ലൈഫ് പർപ്പസ് ആണ്. എന്നാൽ സോൾ പർപ്പസ് എന്ന് പറയുന്നത് ഒരു സോളിനെ അതിൻ്റെ ഹയർ സെൽഫിലോട്ട് എത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് പലതരത്തിൽ നമ്മുടെ സോളിനെ നമുക്ക് ഹയർ സെൽഫിലോട്ട് എത്തിക്കാനുള്ള ഒരുപാട് വഴികളുണ്ട്. അത് മെഡിറ്റേഷൻ ആവാം, യോഗയാവാം, അതുപോലെ തന്നെ റേക്കി ആവാം. പലതരത്തിലുള്ള ഇന്നർ വർക്ക്സ് നമുക്ക് ചെയ്തിട്ട് നമ്മുടെ സോളിനെ അതിൻ്റെ ഹയർ സെൽഫിലോട്ട് എത്തിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ മെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അവരെല്ലാവരും ചെയ്യുന്നത് റേക്കി തന്നെയൊന്നും അല്ല, റേക്കി മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്രിസ്റ്റൽ ഹീലിംഗ് ഉണ്ട്, ആകാശിക് റെക്കോർഡ്സ് റീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം തന്നെ പലതരത്തിലുള്ള ഇന്നർ വർക്ക്സ് ആണ്, പലതരത്തിലുള്ള ടെക്നിക്സ് ആണ്. സോൾ പർപ്പസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏത് ടെക്നിക്സ് ചെയ്യുന്നു എന്നതിലല്ല, മറിച്ച് എങ്ങനെയാണ് ആ ഒരു സോളിനെ അതിന്റെ ഹയർ സെൽഫിലോട്ട് എത്തിക്കുന്നത്, അതിന് നിങ്ങൾ ഏത് മാർഗം ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മുടെ സോളിന് വേണ്ടത് വിസ്ഡമാണ്, അതായത് ജ്ഞാനമാണ് വേണ്ടത്. അതുപോലെ എക്സ്പീരിയൻസ് വേണം. ആ സോളിന് എക്സ്പീരിയൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള സോൾ കോൺട്രാക്റ്റുകൾ ചൂസ് ചെയ്യുന്നതും പലതരത്തിലുള്ള ട്രിഗേഴ്സിലൂടെ നമ്മൾ കടന്നു വന്ന് ഇതെല്ലാം ഓവർകം ചെയ്ത് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത്. ഒരു ലിമിറ്റ് എത്തുന്ന സമയത്ത് നമ്മുടെ സോളിന് തന്നെ തോന്നുകയാണ്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നു. ആ സമയത്താണ് നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയിലേക്കും പലതരത്തിലുള്ള സ്പിരിച്വൽ വർക്ക്സിലേക്കൊക്കെ കടക്കുന്നത്. അപ്പൊ പലരും ചെറിയൊരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ, അതായത് ഏതെങ്കിലും ഒരു കുഞ്ഞ് ഇന്നർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എങ്കിൽ ഇത് ജനങ്ങളിലേക്ക് അങ്ങ് എത്തിക്കാം, അല്ലെങ്കിൽ ഇത് വെച്ച് നമുക്ക് സോൾ പർപ്പസ് ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. സോൾ പർപ്പസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സോള് എത്ര ഹയർ ആയിട്ടുണ്ട് എന്ന് അനലൈസ് ചെയ്യണം. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമല്ല, നമ്മുടെ ചുറ്റിലുമുള്ള മറ്റ് സോൾസിനെ അതിൻ്റെ ഹയർ സെൽഫിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല. അത് നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സോള് ആദ്യം ഏത് നിലയിലാണ്, ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യണം. ഏറ്റവും കുഞ്ഞു വഴി എന്ന് പറയുന്നത് നമുക്ക് മെഡിറ്റേഷൻസിലൂടെയോ നമ്മുടെ ലൈഫിലെ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അവിടെ നിങ്ങൾക്ക് ഏത് വഴിയും ചൂസ് ചെയ്യാം. റേക്കി തന്നെ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പിന്നെ റേക്കിയിലേക്ക് എത്തിയതിനു ശേഷം നമുക്ക് സോൾ പർപ്പസ് കണ്ടെത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടെത്താൻ സാധിക്കും. കാരണം നമുക്ക് റേക്കി എന്ന് പറയുന്ന ആ ഒരു ഡിവൈൻ എനർജിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അത് സോൾ പർപ്പസ് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ നമുക്ക് ഏത് കാര്യത്തിനെ പറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിലും ആ എനർജിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക്
റേക്കി കാണിച്ചു തരുന്നത് ഒരു ടാരോട്ട് റീഡിങ്ങോ അല്ലെങ്കിൽ ഒരു അസ്ട്രോളജിയോ അല്ലെങ്കിൽ പെൻഡുലം റീഡിങ്ങോ ആകാശിക് റെക്കോർഡ്സോ ഇനി യോഗയോ ക്രിസ്റ്റൽ ഹീലിങ്ങോ ഇനി റേക്കി തന്നെ ആണെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിലാണ് പ്രാധാന്യം. അതായത് നിങ്ങളിപ്പോൾ ഒരു റേക്കി ഹീലർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു റേക്കി മാസ്റ്റർ ടീച്ചർ ആണെങ്കിൽ നമ്മുടെ ജോലി എന്താണ്? നമ്മൾ ഹീലിംഗ് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം മറ്റുള്ളവർക്ക് ആ വിദ്യ പകർന്നു കൊടുക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. സോ ഒരു വിദ്യ നമ്മൾ അവരിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഒരു സാധാരണ ഒരു നോർമൽ കോഴ്സായി പഠിച്ചു പോവേണ്ട ഒന്നല്ല റേക്കി. അപ്പം ഞാൻ ചെയ്യുന്നത് റേക്കി എന്ന വഴിയിലൂടെയാണ് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസിനെ അവരുടെ സോളിനെ അവരുടെ ഹയർ സെൽഫിലോട്ട് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. അപ്പം ഞാനൊരു കോഴ്സായിട്ട് മാത്രമല്ല അതിനെ കാണുന്നത്, മറിച്ച് അവർക്ക് ശാരീരികവും മാനസികവും വൈകാരികവും അതിനോടൊപ്പം ആത്മീയവുമായിട്ട് അവരെ ഉയർത്താൻ പറ്റണം. അതിനുള്ള വഴി കൂടിയാണ് ഞാൻ പഠിപ്പിക്കുന്ന റേക്കിയിലൂടെ. അതായത് ഞാൻ പഠിപ്പിക്കുന്ന ഒരു രീതി ആ തരത്തിലാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് അതൊരു സോൾ പർപ്പസ് ആയിട്ട് മാറുന്നത്. ഇപ്പൊ എത്രയോ പേര് റേക്കി പഠിക്കുന്നുണ്ട്. കുറേ പേര് എൻ്റെ അടുത്ത് പറയും, റേക്കി പഠിച്ചിട്ട് നമ്മുടെ ലൈഫിൽ മാറ്റം വന്നിട്ടില്ലല്ലോ. ഞാൻ റേക്കി മാത്രമേ പഠിച്ചുള്ളൂ, റേക്കി മണിരേക്കി മാത്രമാണ് പഠിച്ചത്. പക്ഷെ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ ചെയ്യുന്നു, നമ്മൾ പഠിക്കുന്ന ആ ഒരു വിദ്യ ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. സോ ഒരു ടീച്ചർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഹീലർ എന്ന നിലയിൽ നമ്മളടുത്തേക്ക് വരുന്ന ആളുകൾക്ക് മറ്റ് സോൾസിന് അവരുടെ ഹയർ സെൽഫിലോട്ട് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അതാണ് സോൾ പർപ്പസ് എന്ന് പറയുന്നത്. നിങ്ങളൊരു യോഗ പഠിപ്പിക്കുന്ന ടീച്ചറാണെങ്കിൽ എങ്ങനെ അതിലൂടെ അവരുടെ ചക്രങ്ങളെ ബാലൻസ് ചെയ്യാമെന്നും എങ്ങനെയാണ് ആ ഡിവൈൻ എനർജി ആയിട്ട് കൃത്യമായിട്ട് മെഡിറ്റേഷനിലൂടെ കണക്ട് ചെയ്യാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു യോഗ ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അത് അവരുടെ ഒരു സോൾ പർപ്പസ് ആണ്. അതുപോലെ തന്നെ ആകാശിക് റെക്കോർഡ്സ് റീഡ് ചെയ്യുന്ന ആളുകളുണ്ട്. കൃത്യമായിട്ട് ആ ഡിവൈൻ എനർജി ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ, റീഡിങ് എടുക്കാൻ അത്രയും കഴിവുള്ള ആളുകളുണ്ട്. സോ അങ്ങനെയുള്ളവർ ചെയ്യുന്നത് അവരുടെ സോൾ പർപ്പസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ സോൾ പർപ്പസ് എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നതിലല്ല കാര്യം, മറിച്ച് നമ്മളടുത്തേക്ക് വരുന്ന ആ സോൾസിന്, നമ്മളടുത്തേക്ക് വരുന്ന നമ്മുടെ സ്റ്റുഡൻസ് ആവാം അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസ് ആവാം, നമ്മളടുത്ത് ഹീലിങ്ങിന് വരുന്ന ആൾക്കാരാവാം, ഏത് ആവശ്യത്തിനാണോ നമ്മളടുത്തേക്ക് വരുന്നത് ആ സോൾസിന് അവരുടെ ബാഡ് കർമാസ് റിലീസ് ചെയ്യുക. അതായത് അവരുടെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശാരീരികവും മാനസികവും വൈകാരികവും സാമ്പത്തികവും ഒക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നുണ്ടാവുക. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളെപ്പോലുള്ള മെന്റേഴ്സിൻ്റെ അടുത്ത് വരുന്നത്. സോ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കാനും അതിനോടൊപ്പം ആ സോളിന് കൃത്യമായ അറിവ് പകർന്നു കൊടുത്ത് അതിനെ അതിൻ്റെ ഹയർ സെൽഫിലോട്ട് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് സോൾ പർപ്പസ്. സോ നിങ്ങൾക്ക് ആ ഒരു വഴി തിരഞ്ഞെടുക്കാൻ ഏത് കാര്യത്തിലൂടെ വേണമെങ്കിലും നോക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. അതനുസരിച്ചിട്ട് ആ വഴിയിലൂടെ നിങ്ങളുടെ സോൾ പർപ്പസ് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. സോ എന്താണ് സോൾ പർപ്പസ് എന്നും എന്താണ് ലൈഫ് പർപ്പസ് എന്നും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.